But if Jesus Christ is to be the hope of the ages, we have to also ask, is he the hope for all peoples, or is he the hope of only some? യേശുക്രിസ്തു സകല ജനതയുടെയും പ്രത്യാശയാണോ എന്ന് നാം പലപ്പോഴും സംശയിക്കാറുണ്ട്. ഇവിടെ പറയുകയാണ്, അവൻ സകല മാനവജാതിയുടെയും പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. In this matter, the word of God has answered us very clearly. ഇവിടെ വേദപുസ്തകം ദൈവവചനം നമ്മെ വ്യക്തതയോടെ ചില കാര്യങ്ങൾ അറിയിക്കുന്നു. In Romans chapter 15 verse 12. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. The heart of God is revealed. ദൈവത്തിന്റെ ഹൃദയം, it says there, in him will all the Gentiles hope. സകല ജാതികളുടെയും പ്രത്യാശ ദൈവമാണ്. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. ഈശായുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. And therefore Jesus Christ is the hope not just of some, but he is to be the hope of all peoples. യേശുക്രിസ്തു ഒരു പറ്റം ആളുകളുടെ മാത്രം പ്രത്യാശയല്ല, അവൻ സകല ജനതയുടെയും പ്രത്യാശയാണ്. The other question we must ask today is this. വീണ്ടും നിങ്ങളുടെ മുൻപിൽ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, in what way is Jesus Christ hope for today and not only for the last day? യേശുക്രിസ്തു അന്ത്യ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ പ്രത്യാശയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ പ്രത്യാശയായി എങ്ങനെ ഭവിക്കുന്നു? Well, you know, in verse 31 St. Paul tells us very clearly. 31-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തതയോടെ നമ്മെ അറിയിക്കുകയാണ്. 31-ാമത്തെ വാക്യം. Jesus Christ is that man for the hour because God has raised him from the dead. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് ദൈവം നൽകിയിരിക്കുന്നു. We know he's the man because he's the man that God has raised from the dead. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ യേശുക്രിസ്തു ആകയാൽ അവൻ നമ്മുടെ പ്രത്യാശയാണ്, ഇന്നിന്റെ പ്രത്യാശയാണ്. The resurrection of Jesus is how we know that he is the man for the last hour, but also for every hour before that hour. He is the man for every day before the last day. അന്ത്യ ന്യായവിധി ദിനത്തിന് മുൻപുള്ള ഓരോ ദിനവും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്. അവൻ ഇന്ന് നമ്മുടെ പ്രത്യാശയാണ്. How do I know that? ഞാനത് എങ്ങനെ തിരിച്ചറിയും? Because Jesus said in John 14 verse 19. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്. Jesus said, because I live, you will live also. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യം 2-ാം ഭാഗം, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Jesus said, because I live, you will live also. കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. The resurrection of Jesus shows us he is special. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ അറിയിക്കുന്നത് അവൻ വ്യത്യസ്തനാണ്, അവൻ പ്രത്യേകതയുള്ളവനാണ്. He is the one we have hope for on the last day. അന്ത്യദിനത്തിൽ നമ്മുടെ പ്രത്യാശ അവനാണ്. He is the one that we hope for every day in our lives. ജീവിതത്തിന്റെ ഓരോ ദിനവും പ്രത്യാശാപൂർവം നാം കാണുകയും കേൾക്കുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്നത് ഈ ഉയർത്തെഴുന്നേറ്റവന്റെ സാന്നിധ്യമാണ്. You know, as a pastor, I know this. ഒരു ഇടയ ശുശ്രൂഷകൻ, കർത്താവിന്റെ എളിയ ദാസൻ എന്ന നിലയിൽ ഈ പ്രത്യാശ ഞാൻ ദിനംപ്രതി അനുഭവിക്കുന്നു. Now, I've not been a pastor for very long. വളരെ നാളുകളായി ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. I look around me and I see pastors who have been around for many years. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലസ്ഥലത്തിൽ പ്രവർത്തിക്കുന്ന അനേകരെ ഞാൻ ചുറ്റുപാടുകളിൽ ഇവിടെ കാണുന്നു. As of today, I've been a pastor for only 32 years. ഞാൻ 32 വർഷമായി ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. But in my 32 years of being a pastor, I know this. 32 വർഷത്തെ സഭാ ശുശ്രൂഷയിൽ വളരെ വ്യക്തതയോടെയും തെളിമയോടെയും ഈ പ്രത്യാശ ഞാൻ അനുഭവിക്കുകയാണ്. That when a person loses hope in life, ജീവിതത്തിൽ പ്രത്യാശ കൈവിടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ he will find it very difficult to carry on. മുൻപോട്ട് നീങ്ങുവാൻ ഒട്ടും തന്നെ സാധ്യമല്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, you see, when you lose hope in life, you don't know what to look forward to. മുൻപോട്ട് നോക്കുവാൻ, പ്രതീക്ഷിക്കുവാൻ, പ്രത്യാശ അർപ്പിക്കുവാൻ യാതൊന്നുമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോൾ Very often we lose our hope. നമ്മുടെ പ്രത്യാശ കൈവിടപ്പെടാം.
because of disappointments and disasters that happen to us in our life. ജീവിതത്തിൽ ഉണ്ടാകുന്ന അവിചാരിതമായ അനുഭവങ്ങൾ, ആകസ്മികമായ അനുഭവങ്ങൾ നമ്മെ നിരാശപ്പെടുത്താം. I know this person in Singapore. സിംഗപ്പൂരിലുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. She worked very hard all her life. ജീവിതത്തിൽ വളരെ ശ്രമകരമായ ഉദ്യമത്തിൽ ഏർപ്പെട്ട ആളാണ്. She saved a lot of money. ധാരാളം പണം സ്വരൂപിച്ച വ്യക്തിയായിരുന്നു അവർ. She bought many houses. വളരെയേറെ ഭവനങ്ങൾ, വീടുകൾ അവർ വാങ്ങുകയും ശമിക്കുകയും ചെയ്തു. And this is what she said. അവൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, when my husband retires and when I retire, we will relax and enjoy life together. അവർ പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞങ്ങൾ ജീവിതത്തെ വളരെ ഭംഗിയായി ആസ്വദിക്കും. But you and I know this. നമുക്ക് ഇതറിയാം. I can't control everything in my life and you can't control everything in your life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപിലുള്ള എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലല്ലോ. And you know her husband passed away because he smoked a lot and so he died of lung cancer. ധാരാളം പുകവലിച്ചത് മൂലം അവരുടെ ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. And all the hopes and all the plans were gone. അവരുടെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും അവിടെ അസ്തമിച്ചു. The only thing that saw her through was her faith in Jesus Christ. എന്നാൽ അവരെ മുൻപോട്ട് നടത്തുവാൻ സഹായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമായിരുന്നു. Sometimes we lose our health. ചില സമയങ്ങളിൽ നമ്മുടെ സഹായ ഹസ്തങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose our wealth. നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose loved ones and friends. നാം ഏറ്റവും സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് നഷ്ടപ്പെടാം. Sometimes we lose all our dreams that we have in life. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ചില്ലുകൊട്ടാരം പോലെ തകർന്നുടയാം. Well, you have two choices. അവിടെ നമുക്ക് രണ്ട് വഴികളാണുള്ളത്. You have to choose. We have to choose which voice we want to listen to. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ വിധമായ സങ്കട പ്രതിസന്ധികളിൽ നമ്മുടെ മുൻപിൽ വരുന്ന രണ്ട് സാധ്യതകളിൽ ഏത് ശബ്ദമാണ് ഞാൻ നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നത്. The first voice is a voice of hopelessness. ഒന്നാമത്തെ ശബ്ദം നമ്മുടെ ചെവിയിൽ, നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടതായ, പ്രതീക്ഷ അസ്തമിച്ചതായ ശബ്ദമാണ്. My life is gone. എന്റെ ജീവിതം തീർന്നു, തകർന്നുപോയി. Because of a wrong mistake I made. ഞാൻ ചെയ്തതായ ഒരു കൃത്യം മൂലം, ഒരു തെറ്റായ നടപടി മൂലം എന്റെ ജീവിതം ഇതാ തകർന്നുടഞ്ഞിരിക്കുന്നു. My life will go downhill. എല്ലാം താഴേക്ക്, എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. Because of what has happened to me. എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. Because of all these things, there is no hope in my life. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. You can listen to that voice. It's a voice of defeat. ഇത് പരാജയത്തിന്റെ ധ്വനിയാണ്, ശബ്ദമാണ്. It is a voice of hopelessness. ഇത് പ്രത്യാശ നഷ്ടപ്പെട്ടതിന്റെ, നിരാശയുടെ ശബ്ദമാണ്. But you and I can also listen to the voice of hope and the voice of faith. ഇവിടെ ഇതാ മറ്റൊരു ശബ്ദം നമ്മുടെ കാതുകൾ മുഴങ്ങുകയാണ്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവിക ധ്വനി നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. In John 14:19, Jesus said, "Because I live, you will live, no matter what has happened." നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, ഈ വിധമായ നിരാശയുടെയും പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ അവൻ നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും പ്രിയപ്പെട്ടവരെ ജീവിക്കുകയാണ്. In Ecclesiastes 3:11, the word of God says, God makes all things beautiful in its time. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മോട് പറയുകയാണ്, ദൈവം എല്ലാം മനോഹരമായി ഭംഗിയായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. If God has everything under control in your life and in my life, He will take those things and He will make it beautiful in His time. സകലവും ദൈവത്തിന്റെ നിയന്ത്രണത്തിലും ദൈവത്തിന് വിധേയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് എല്ലാ നിരാശകളെയും മാറ്റി, എല്ലാ പരാജയങ്ങളെയും മാറ്റി ദൈവം നമ്മെ പ്രത്യാശ നിർഭരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുമെന്ന് ദൈവവചനം ശക്തമായി നമ്മോട് പറയുകയാണ്. In Romans 8:37, Paul says, in all these things, in all these disasters in life, we are more than conquerors through Him who loves us. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
And here's a test for you and for me. എനിക്ക് നിങ്ങൾക്ക് മുൻപിലുള്ള ഒരു പരീക്ഷ ഇതാണ്. Can knowing Jesus help us live through the darkest moments in our life? ക്രിസ്തുവിനെ അറിയുന്നത് മൂലം ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സഹായകരമായി തീരുന്നുണ്ടോ? You see, if we say we know Jesus and we cannot face the darkest moment in our life with victory, then I believe maybe we do not yet know a living Christ. യേശു ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുകയും ജീവിതത്തിന്റെ അന്ധകാരപൂർണമായ അനുഭവങ്ങളിൽ കർത്താവിനോടുകൂടെ വിജയകരമായി ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിനെ അറിയുക എന്ന് നാം പറയുന്നത് ഒരു പക്ഷെങ്കിൽ നിരർത്ഥകമായിരിക്കാം, വ്യർത്ഥമായിരിക്കാം. So we can listen to two voices. ഈ രണ്ട് ശബ്ദങ്ങൾ നാം ശ്രവിക്കുന്നു. The voice of defeat പരാജയത്തിന്റെ ശബ്ദം കാതുകളിൽ ധ്വനിക്കുന്നു. that says because of all the terrible things that has happened, your life will now go downhill. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ഭയാനകരമായ അനുഭവങ്ങളും ജീവിതത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നു. Or the other voice that says no matter what happens, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും because Jesus lives, I will still live. Hallelujah. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുമെന്ന് പ്രത്യാശയോടെ പറയുന്ന കേൾക്കുന്ന ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. Some of you will ask me, Pastor, how is that possible? ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിലർ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാകാം, എങ്ങനെ ഇത് സാധ്യമാകും? It's possible because the gospel is more than a theory. ഇത് സാധ്യമാകുന്ന ഞാൻ പറയുന്നതിന്റെ കാരണം വേദപുസ്തകം സുവിശേഷം കേവലം ഒരു സിദ്ധാന്തമല്ല. The gospel is a person. സുവിശേഷം ഒരു വ്യക്തിയാണ്. And the risen Jesus has given us himself. ജീവിക്കുന്നവനായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു ഈ സുവിശേഷമായി നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുകയാണ്. In Matthew 28 verse 20 he says, I am with you to the ends of the age. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-20 വാക്യത്തിൽ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. Because we have a living Christ. നമുക്ക് ജീവിക്കുന്നവനായ ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് He gives us strength when we are weak. നാം പരാജിതരാകുമ്പോൾ ബലഹീനരായി തീരുമ്പോൾ അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്. He gives us wisdom when we don't understand. നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ വ്യക്തതയോടെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഈ ദൈവം നമുക്ക് നൽകുന്നവനാണ്. He gives us guidance when we don't know what to do next in life. അടുത്ത നിമിഷം എന്തു ചെയ്യണം, എവിടേക്ക് പോകണമെന്ന് അറിയാതെ ഉടലുമ്പോൾ വഴികാട്ടിയായി തീരുന്നവനാണ് ഈ ക്രിസ്തു സാന്നിധ്യം. And I believe he gives joy even amidst our trials. ജീവിതത്തിന്റെ പരീക്ഷണശാലകളിലും അവൻ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. No wonder Jesus said, because I live, you will also live no matter what has happened. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. So the question is Jesus Christ then the hope of the ages? അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ തലമുറകളുടെ ദേശത്തിന്റെ യുഗങ്ങളുടെ കർത്താവാണെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Think about what you heard this afternoon. ഈ സായാഹ്നം നാം ഒരുമിച്ച് പങ്കിട്ട ദൈവദിനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. Number one, he's the hope for the last day. അവൻ അന്ത്യദിനത്തിൽ നമ്മുടെ പ്രത്യാശയായിരിക്കും. Number two, he's the hope for this day and for every day before the last day. അന്ത്യദിനത്തിന് മുൻപുള്ള ഓരോ ദിനവും ഇന്നും ഇപ്പോഴും നാളെയും അവൻ നമ്മുടെ പ്രത്യാശയായിരിക്കും. And number three, he is the hope for every man and woman, for everyone. അവൻ ഓരോ ജനങ്ങളുടെയും ഓരോരുത്തരുടെയും പ്രത്യാശയാണ്, പ്രതീക്ഷയായിരിക്കണം. And so my friends, if all these things are true, then I submit to you that Jesus Christ is the hope of the ages. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയട്ടെ, യേശു ക്രിസ്തു യുഗങ്ങളുടെ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. Well, I like to round off this message with some pastoral concerns. ഇടയ ശുശ്രൂഷയിൽ എൻ്റെ മുൻപിൽ കൂടെ കടന്നു വന്ന ചില സംഗതികളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് ഈ സന്ദേശം ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. You see, I'm more of a pastor rather than an evangelist. ഞാൻ ഒരു ഇടയ ശുശ്രൂഷകനാണ്, അതാണ് എൻ്റെ മുഖ്യ ഊന്നൽ. I want to look at this message as a pastor. ഈ സന്ദേശവും ആ ഒരു തലത്തിലാണ് നിങ്ങളോട് ഞാൻ പങ്കിട്ടത്. And the question is, so what shall we do with our hope in Christ? ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്ന നാം ഇനിയും എന്തു ചെയ്യണം? I say to you, ഞാൻ നിങ്ങളോട് പറയട്ടെ, we must never lose our hope in life by losing Christ.
കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ഞാനും നിങ്ങളും തീരരുത്. If Christ is my hope and your hope, അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശയാകുന്നുവെങ്കിൽ, if we lose Christ, we will no longer have that hope in us. നാം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയാൽ ഈ പ്രത്യാശ നമുക്ക് കൈമോശം വരും. We must keep our hope ഈ പ്രത്യാശയിൽ മുറുകെ പിടിക്കണം. by treasuring Christ, ക്രിസ്തുവിനെ ജീവിതത്തിന് നിക്ഷേപമായി നാം സ്വീകരിക്കണം. by being steadfast, abiding in Christ. ക്രിസ്തുവിൽ അടിയുറച്ചവരായി ഊന്നിയവരായി ദൈനംദിന ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കണം. And in Christ we must learn to live in hope. ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നു. And not live and die in misery and disappointment. നിരാശയോടെയും പരാജയബോധത്തോടെയും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുവാൻ നമുക്ക് ഇടവരരുത്. How sad if we say we're Christians and we do not have that hope in Christ in our lives and we live and die in misery and disappointment. ക്രിസ്ത്യാനികൾ എന്ന പേര് പറയപ്പെടുകയും ക്രിസ്തുവിൽ പ്രത്യാശയില്ലാത്തവരായി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ അത് എത്രയോ നിരാശാജനകമാണ്. I also think we must share our hope with those who have given up on life because they've given up hope. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം അനുഭവിക്കുന്ന ഈ പ്രത്യാശയുടെ അനുഭവത്തെ പ്രത്യാശ നഷ്ടപ്പെട്ടവരുമായി പങ്കിടുവാൻ കൂടെയാണ്. Maybe it's a Christian brother or sister that has given up hope and needs to be encouraged by you. ഒരുപക്ഷെങ്കിൽ ഒരു സഹവിശ്വാസിയായിരിക്കാം ഈ നിലയിൽ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ട രീതിയിൽ കഴിയുന്നത്. Maybe this other person is not a Christian and does not know the power that hope in Christ can cause in a person's life. ക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന സ്വാധീനത്തെ അറിയാത്ത ഒരു മറ്റ് മതവിശ്വാസിയായിരിക്കാം ഈ നിലയിൽ കഴിയുന്നത്. Yes, my friends, you and I must share Jesus with others. നാം യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുമായി പങ്കിടേണ്ടവരാണ്. For he is the hope of the ages. കാരണം അവനാണ് തലമുറകളുടെ യുഗങ്ങളുടെ ദേശാന്തരങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും. I'd like to share a testimony before I close this message. ഒരു ജീവിത സാക്ഷ്യം കൂടെ പങ്കിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. I was wondering what to preach for Maramon sometime last year when I received the invitation. കഴിഞ്ഞ വർഷം മധ്യഭാഗത്ത് മാരാമൺ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഇവിടെ എന്ത് സന്ദേശം നൽകുമെന്ന് ഞാൻ ചിന്തിച്ചു. I was traveling in November last year in northeast India. ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് മേഖലകളിൽ കൂടി നവംബർ മാസത്തിന്റെ ചില ദിനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. I was at Calcutta Bible Seminary and I was giving some lectures there. കൽക്കട്ടയിലെ സെമിനാരിയിൽ ചില ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. Then I went to Jorhat in Assam. ആസാമിൽ ജോർഹട്ട് സെമിനാരിയിൽ അവിടെയും ചില ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. And from Jorhat, Assam, they brought me by jeep into Nagaland. അവിടെ ആസാമിൽ നിന്ന് നാഗാലാൻഡിലേക്ക് ജീപ്പ് മാർഗം ഞാൻ യാത്ര ചെയ്തു പോവുകയാണ്. As I entered Nagaland, നാഗാലാൻഡിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ and we were traveling on the road, പൊതുവായ നിരത്തിൽ കൂടെ ഈ പട്ടണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ I saw a church. അവിടെ ഒരു ദൈവാലയം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. And on that church ആ ദൈവാലയത്തിൽ ഇപ്രകാരം ഞാൻ ശ്രദ്ധിച്ചു. were these beautiful words. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: Jesus Christ, the hope of the ages. യേശു ക്രിസ്തു യുഗങ്ങളുടെ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. I looked at what was written on the wall of the church. ആ ദൈവാലയത്തിന്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. I told myself, ഞാൻ എന്നോട് തന്നെ ഇപ്രകാരം പ്രതിവചിച്ചു: that's a great message to preach and I want to preach that message. ഇതാണ് ദൈവം 2016 മാരാമൺ മഹായോഗത്തിൽ നൽകുവാൻ എന്നെ ഏൽപ്പിച്ച സന്ദേശമായി ഞാൻ അന്ന് ഉൾക്കൊണ്ടു. I pray that the Holy Spirit will take what has been said this afternoon and cause it to be good seed in all your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്ന വേളയിൽ ഇടപെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. May God bless the Marthoma Church and the Maramon Convention. ദൈവം തമ്പുരാൻ മാർത്തോമാ സഭയെയും മാരാമൺ കൺവെൻഷനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ മാരാമൺ കൺവെൻഷന് വരുന്നത് കൊണ്ട് അധികം ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭവനങ്ങൾക്കും അതൊരു അനുഗ്രഹമാണ്.
പിന്നെ എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റി. അന്ന് അവൻ്റെ വിഷയം വെച്ച് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്നൊക്കെ അവന് ഒരുപാട് വിടുതൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് ഒക്കെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ മാരാമൺ കൺവെൻഷൻ വരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പ്രസംഗങ്ങൾ, പാട്ടൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുമില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറി